നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God, Chemanur International Jewelers. നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുത്തക മുതലാളിമാരുടെ കൊട്ടേഷൻ ഏജന്റായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാറിയെന്ന് നാഷണൽ ലീഗ് സംസ്ഥാന നേതാക്കൾ. വർദ്ധിച്ചുവരുന്ന തെരുവ് നായ ശല്യത്തിനെതിരെ ഒറ്റയാൾ പോരാട്ടവുമായി നജീം കുളങ്ങര. റിയാദിൽ ജയിൽ മോചനം കാത്തു കഴിയുന്ന ഫറോക്ക് സ്വദേശി അബ്ദുറഹീമിന്റെ ദിയാദനം കണ്ടെത്തുന്നതിനായി 47,87,65,347 രൂപ സമാഹരിച്ചതായി അബ്ദുറഹീം ലീഗൽ അസിസ്റ്റൻസ് ട്രസ്റ്റ്. ജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 19 മുതൽ കോഴിക്കോട്ട്. പന്തൽ കാൽനാട്ടൽ കർമ്മം നടന്നു. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. മുനമ്പത്തെ വഖഫ് ഭൂമി കയ്യേറി റിസോർട്ടുകളും ബാറുകളും നടത്തുന്ന കുത്തക മുതലാളിമാരുടെ കൊട്ടേഷൻ ഏജന്റായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാറിയിരിക്കുകയാണെന്ന് നാഷണൽ ലീഗ് സംസ്ഥാന നേതൃത്വം. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. മുനമ്പത്ത് ചുരുക്കം ചില പ്രദേശവാസികളായ മത്സ്യത്തൊഴിലാളികൾ വർഷങ്ങളായി അവിടെ അവരുടേതല്ലാത്ത ഭൂമിയിലാണെങ്കിൽ പോലും ജീവിച്ചു വരുന്നുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം നിലവിലുണ്ട്. അവരെ കുടിയൊഴിപ്പിക്കുക എന്നത് മനുഷ്യത്വ വിരുദ്ധമായ കാര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇവരെ മുൻനിർത്തി വി.ഡി. സതീശനും മുസ്ലിം ലീഗിലെ ചില നേതാക്കളും ഉൾപ്പെടെ അവിടെ പ്രവർത്തിക്കുന്ന റിസോർട്ട് ഉൾപ്പെടെ ബാർ ഉൾപ്പെടെയുള്ള വൻകിട സ്ഥാപനങ്ങൾക്ക് വേണ്ടി കൊട്ടേഷൻ പണി ഏറ്റെടുത്തിരിക്കുകയാണ് ശ്രീ വി.ഡി. സതീശൻ എന്നതാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. 1950 ഫാറൂഖ് കോളേജിന് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട ഭൂമി വഖഫ് അല്ല എന്ന വാദവുമായി വി.ഡി. സതീശനും മുസ്ലിം ലീഗിന്റെ ചില നേതാക്കളും രംഗത്ത് വന്നിരിക്കുകയാണെന്നും നാഷണൽ ലീഗ് കേരള സ്റ്റേറ്റ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. മുനമ്പത്തെ വിരലിലെണ്ണാവുന്ന മത്സ്യത്തൊഴിലാളികളെ മുൻനിർത്തിയാണ് സമരവും മുസ്ലിം വിരുദ്ധ വർഗീയ പ്രചരണവും നടന്നുകൊണ്ടിരിക്കുന്നത്. RSS, കാസ തുടങ്ങി സമരത്തിന്റെ മറപിടിച്ച് മുസ്ലിം വിരുദ്ധ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാർ സ്പോൺസേഡ് സംഘങ്ങളെ പിന്തുണച്ചുകൊണ്ട് രംഗത്തു വന്ന വി.ഡി. സതീശനും ചില മുസ്ലിം നേതാക്കളും എടുത്ത നിലപാട് ആശങ്കാജനകമാണെന്നും നാഷണൽ ലീഗ് ഓർഗനൈസിംഗ് സെക്രട്ടറി N.K. അബ്ദുൽ അസീസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ വഖഫ് ഭൂമിയിൽ നിലയുറപ്പിച്ചിട്ടുള്ള ബാർ മുതലാളിമാരുടെയും അവരുടെ സ്ഥാപനങ്ങളുടെയും റിസോർട്ട് മുതലാളിമാരുടെയും അവരുടെ സ്ഥാപനങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വി.ഡി. സതീശൻ ബി.ജെ.പിക്ക് അനുകൂലമായി പോലും ഇത്തരമൊരു നിലപാടിലേക്ക് പോയത് എന്നതാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വർദ്ധിച്ചു വരുന്ന തെരുവ് നായ ശല്യത്തിനെതിരെ ഒറ്റയാൾ പോരാട്ടം. തെരുവ് നായ വർധനവ് തടയുന്നതിൽ പ്രാദേശിക ഭരണകൂടങ്ങളുടെ അലംഭാവത്തിനെതിരെയാണ് നജീം കുളങ്ങര പ്രതിഷേധിക്കുന്നത്. കേരളത്തിലെ ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് വർദ്ധിച്ചു വരുന്ന തെരുവ് നായ ശല്യത്തിൽ പ്രാദേശിക ഭരണകൂടങ്ങളുടെ മുഖം തിരിക്കലിനും അവഗണനയ്ക്കുമെതിരെയുള്ള ഒറ്റയാൾ പോരാട്ടവുമായി യുവ സാമൂഹ്യ പ്രവർത്തകന്റെ പ്രതിഷേധം ശ്രദ്ധേയമായി. കൊല്ലം ജില്ലയിലെ തേവലക്കര സ്വദേശിയും സാമൂഹ്യ പ്രവർത്തകനുമായ നജീം കുളങ്ങരയാണ് തെരുവ് നായയുടെ കോലം കെട്ടി വീൽചെയറിൽ മഞ്ചേശ്വരത്തു നിന്നും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് യാത്ര നടത്തുന്നത്. കേരളത്തിലെ തെരുവ് നായ്ക്കളുടെ വിളയാട്ടത്തിനെതിരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവികളുടെ അലംഭാവം തുറന്നുകാട്ടി ജനങ്ങളുടെ ഒപ്പുശേഖരണം നടത്തിക്കൊണ്ടാണ് വേറിട്ട പ്രതിഷേധം നടത്തുന്നത്. കേരളത്തിലെ 14 ജില്ലകളിലും തെരുവ് നായ ഷെൽട്ടർ ഏർപ്പെടുത്തണം, ശരിയായ വന്ധ്യീകരണം നടത്തണം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ച് തെരുവ് നായ്ക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചാണ് ഒറ്റയാൾ പ്രതിഷേധം നടത്തുന്നത്.
പ്രതിഷേധ യാത്രയ്ക്ക് കോഴിക്കോട് നഗരത്തിൽ സ്വീകരണം നൽകി. SNDP യോഗം കോഴിക്കോട് യൂണിയൻ സെക്രട്ടറി സുധീഷ് കേശവപുരി, SNDP യൂണിയൻ പ്രസിഡന്റ് ഷനൂപ് താമരക്കുളം, ലോക് ജനശക്തി പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി സനേഷ് കൃഷ്ണ, P. സുനിൽകുമാർ, വിനീഷ് കുമാർ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സൗദിയിലെ റിയാദിൽ ജയിൽ മോചനം കാത്തു കഴിയുന്ന ഫറൂഖ് കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുറഹീമിന്റെ ദിയാധനം കണ്ടെത്തുന്നതിനായി ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ 47,87,65,347 രൂപ സമാഹരിച്ചതായി അബ്ദുറഹീം ലീഗൽ അസിസ്റ്റൻസ് ട്രസ്റ്റ്. ഇതിൽ 36,22,34,927 രൂപ ചെലവായതായും ഭാരവാഹികൾ അറിയിച്ചു. അതേപോലെ തന്നെ ബോബി ചമ്മൂണ് അടക്കമുള്ള ആളുകളെ മാഷ് സൂചിപ്പിച്ചു. നേരത്തെ തന്നെ സൗദിയിൽ അഷ്റഫ് വെങ്ങാടിൻ്റെ നേതൃത്വത്തിലുള്ള വലിയ ഒരു ടീം 10-16 വർഷത്തോളം കാലമായി റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ സമാഹരിച്ച തുകയിൽ 11,60,30,420 രൂപയാണ് ട്രസ്റ്റിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഉള്ളതെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. 47,67,347 രൂപ വരവും 66,27,14,927 ചെലവും ബാക്കി 11,60,30,400 രൂപ ബാലൻസുമുണ്ട്. റിയാദ് ഓഡിറ്റ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള വ്യക്തമായ കണക്കുകൾ അബ്ദുറഹീം ലീഗൽ അസിസ്റ്റൻസ് ട്രസ്റ്റ് കമ്മിറ്റി പുറത്തുവിട്ടു. ബാക്കിയുള്ള തുക അബ്ദുറഹീം ജയിൽ മോചിതനായി നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം എന്തു ചെയ്യണമെന്ന് സർവകക്ഷി സമിതിയുടെ മേൽനോട്ടത്തിലുള്ള ട്രസ്റ്റ് തീരുമാനിക്കുമെന്നും ചെയർമാൻ സുരേഷ് കുമാർ, ജനറൽ കൺവീനർ KK ആലിക്കുട്ടി, ട്രഷറർ M. ഗിരീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതുപോലെ തന്നെ നമുക്കറിയാം, ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് മാധ്യമ സുഹൃത്തുക്കളുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ, വാട്സപ്പ്, അതുപോലെ ഫേസ്ബുക്ക് അടക്കമുള്ള എല്ലാ സോഷ്യൽ മീഡിയകളും സൗദിയിലും നാട്ടിലും പ്രവർത്തിച്ച ട്രസ്റ്റ് കമ്മിറ്റിയും അതുപോലെ പ്രാദേശിക കമ്മിറ്റിയും വലിയ പങ്ക് വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 19 മുതൽ കോഴിക്കോട് നഗരത്തിലെ വിവിധ സ്കൂളുകളിലായി നടക്കും. കലോത്സവത്തിന്റെ പന്തൽ, കാൽനാട്ടൽ പ്രധാന വേദിയായ ക്രിസ്ത്യൻ കോളേജ് സ്കൂൾ മൈതാനത്ത് നടന്നു. വർഷങ്ങൾക്കു ശേഷമാണ് ജില്ലാ സ്കൂൾ കലോത്സവം കോഴിക്കോട് നഗരത്തിലേക്ക് എത്തുന്നത്. കലോത്സവത്തിന്റെ ഭാഗമായുള്ള രചനാ മത്സരങ്ങൾ നവംബർ 19 നടക്കാവ് ഗേൾസ് HSS നടക്കും. മലബാർ ക്രിസ്ത്യൻ കോളേജ് HSS, BM HSS, നടക്കാവ് ഗേൾസ് HSS, സെന്റ് ജോസഫ് HSS, ഹിമായത്തുൽ HSS, സെന്റ് ആഞ്ചലാസ് UP, ഗവൺമെന്റ് അച്യുതൻ LPS, ഗണപത് ബോയ്സ് HS, പരപ്പിൽ AM HSS, സാമൂതിരി സ്കൂൾ, ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ, പ്രൊവിഡൻസ് HSS, പ്രൊവിഡൻസ് LP, സെന്റ് ആന്റണീസ് HS തുടങ്ങിയ വേദികളിലായാണ് കലോത്സവം നടക്കുക. കലോത്സവത്തിന്റെ പന്തലിനുള്ള കാൽനാട്ടൽ കർമ്മം ക്രിസ്ത്യൻ കോളേജ് സ്കൂൾ മൈതാനത്ത് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ മനോജ് മണിയൂർ നിർവഹിച്ചു. സ്റ്റേജ് പന്തൽ കമ്മിറ്റി ചെയർപേഴ്സണും കൗൺസിലറുമായ അനുരാധ തായാട്ട് അധ്യക്ഷത വഹിച്ചു. കൺവീനർ ബിനോജ് ചേറ്റൂർ, പ്രിൻസിപ്പൽ ബിന്ധ്യ മേരി ജോൺ, T. അനൂപ് കുമാർ, KS രേഷ്മ, M. സുനിൽ തുടങ്ങിയവരും സംസാരിച്ചു. നവംബർ 19 മുതൽ 23 വരെയാണ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു.
പ്രമുഖ മുസ്ലിം ലീഗ് നേതാവും മുൻ MLAയുമായിരുന്ന എം ചടയന്റെ സ്മരണയ്ക്കായി രൂപീകരിച്ച എം ചടയൻ സ്മാരക ട്രസ്റ്റ് രണ്ടാമത് അവാർഡുകൾ പ്രഖ്യാപിച്ചു. സമഗ്ര ശ്രേഷ്ഠ പുരസ്കാരം, കർമ്മശ്രേഷ്ഠ പുരസ്കാരം, യുവശ്രേഷ്ഠ പുരസ്കാരം എന്നിവയാണ് പ്രഖ്യാപിച്ചത്. 59 യുമോനിയൻ സമരത്തിന് ശേഷം 60 നടന്ന വീട്ടു തെരഞ്ഞെടുപ്പിലും അടുത്ത തെരഞ്ഞെടുപ്പിലും ശ്രീ ചടയൻ നിയമസഭയിലേക്ക് അതേ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. 72 അദ്ദേഹം നമ്മൾ വിട്ടുപോയി. അരനൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി രൂപീകരിച്ച ചടയൻ സ്മാരക ട്രസ്റ്റാണ്, ചടയനെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ രൂപീകരിച്ച ട്രസ്റ്റാണ് ഈ അവാർഡ് സംഘടിപ്പിക്കുന്നത്. വ്യത്യസ്ത മേഖലകളിലായി നൽകുന്ന 3 പുരസ്കാരങ്ങളിൽ എം ചടയൻ സമഗ്ര ശ്രേഷ്ഠ പുരസ്കാരം പൊതുപ്രവർത്തകൻ MA റസാഖ് മാസ്റ്റർ, കർമ്മശ്രേഷ്ഠ പുരസ്കാരം KK രമ, യുവശ്രേഷ്ഠ പുരസ്കാരം പെരുവയൽ ഗ്രാമപഞ്ചായത്ത് അംഗം KK ഷറഫുദ്ദീൻ എന്നിവർക്ക് നൽകും. നാടൻപാട്ട് കലാകാരൻ ഗിരീഷ് അംബ്ര, MPM കുമാരൻ, മാധ്യമപ്രവർത്തക T മുംതാസ്, കബനി വിജേഷ്, പ്രഭാഷകൻ രമേശ് നന്മണ്ട എന്നിവരെയും ചടങ്ങിൽ ആദരിക്കും. ഡിസംബർ 18 രാവിലെ അളകാപുരിയിൽ നടക്കുന്ന എം ചടയൻ അനുസ്മരണ ചടങ്ങിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ മെമ്മന്റോയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. KSTA സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട്ട് വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു. നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്ന യോഗത്തിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തകരും അധ്യാപകരും വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുത്തു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുക, നവകേരളത്തിനായി അണിചേരുക എന്ന മുദ്രാവാക്യമുയർത്തി ഫെബ്രുവരി 14, 15, 16 തീയതികളിലാണ് സമ്മേളനം നടക്കുന്നത്. സമ്മേളന നടത്തിപ്പിന് 1001 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. LDF കൺവീനർ TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന നാനാതര പ്രശ്നങ്ങൾ ഓർമ്മപ്പെടുത്തി കേന്ദ്ര ഗവൺമെന്റ് വളരെ അപകടകരമായ നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. വർഗീയവൽക്കരണത്തെ എത്ര തീക്ഷ്ണതയോടെയാണ് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നത് വളരെ പ്രകടമാണ്. ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ പ്രൊഫസർ TP കുഞ്ഞിക്കണ്ണന്റെ നെഹ്റുവിസവുമായി ബന്ധപ്പെടുന്ന ഒരു ലേഖനമാണ്. ഇന്ത്യ എത്തിച്ചേരുന്നതിൻ്റെ ആപൽക്കരമായ നില നെഹ്റു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്വീകരിച്ച നിലപാടുമായി ബന്ധപ്പെടുത്തി നല്ല വിശകലനമാണ് അതിൽ നടത്തിയിട്ടുള്ളത്. ഇത്തരം പ്രശ്നങ്ങളാകെ നമ്മൾ ശ്രദ്ധിക്കണം. കേന്ദ്ര ഗവൺമെന്റ് കോർപ്പറേറ്റുകളുടെ താല്പര്യത്തെ മുൻനിർത്തി 29 തൊഴിൽ നിയമങ്ങൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് D സുധീഷ് അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ സെക്രട്ടറി P മോഹനൻ, A പ്രദീപ് കുമാർ, K ചന്ദ്രൻ, PK മുകുന്ദൻ, T സജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുൻ മന്ത്രി MT പത്മയുടെ നിര്യാണത്തിൽ മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ, മലയാള ചലച്ചിത്ര കാണികൾ, ഉജാല ഫിലിം അവാർഡ് കമ്മിറ്റി എന്നീ സംഘടനകളുടെ യോഗം അനുശോചിച്ചു. യോഗത്തിൽ MDC പ്രസിഡന്റ് ഷവലിയാർ C ചാക്കുണ്ണി അധ്യക്ഷത വഹിച്ചു. മന്ത്രി, കൗൺസിലർ, സാമൂഹ്യ പ്രവർത്തക എന്നീ നിലകളിൽ ജനമനസ്സ് തൊട്ടറിഞ്ഞ് ജനപ്രിയമായ ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കിയ ഭരണാധികാരിയായിരുന്നു MT പത്മയെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് C ചാക്കുണ്ണി അനുസ്മരിച്ചു. 1993 കോഴിക്കോട് സ്റ്റേഡിയത്തിൽ നടന്ന 3ാമത് ഉജാല ഫിലിം അവാർഡ് ചടങ്ങിൽ അവർ മുഖ്യാതിഥിയായി പങ്കെടുത്തിട്ടുണ്ട്. ചാലപ്പുറം വാർഡ് കൗൺസിലർ എന്ന നിലയ്ക്ക് മാതൃകാ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അനുസ്മരിച്ചു. കോഴിക്കോട് MDC ഓഫീസിൽ ചേർന്ന അനുശോചന യോഗത്തിൽ മലയാള ചലച്ചിത്ര കാണികൾ സെക്രട്ടറി PI അജയൻ, MDC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, MDC രക്ഷാധികാരി A ശിവശങ്കരൻ, CC മനോജ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Bobby Chamanur International Jeweler. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. റോട്ടറി കാലിക്കറ്റ് സൈബർ സിറ്റിയും ജില്ലാ സഹകരണ ആശുപത്രിയും ചേർന്ന് ശിശുദിനം ആഘോഷിച്ചു. നടൻ അരൂപ് ശിവദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികൾക്കായി ചിത്രരചനാ മത്സരമാണ് നടത്തിയത്. റോട്ടറി കാലിക്കറ്റ് സൈബർ സിറ്റിയും ജില്ലാ സഹകരണ ആശുപത്രിയും സംയുക്തമായി ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. KDCHന്റെ ജനനി പ്രൊജക്ടിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കരിക്ക് ഫെയിം നടൻ അരൂപ് ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. KDCH ചെയർമാൻ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. റോട്ടറി സൈബർ സിറ്റി പ്രസിഡന്റ് മുല്ലവീട്ടിൽ സക്കീർ ഹുസൈൻ, സെക്രട്ടറി നബീൽ വി ബഷീർ, റോട്ടറി ഡിസ്ട്രിക്ട് ചെയർ സന്നാഫ് പാലക്കണ്ടി, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ KC രമേശൻ, അസിസ്റ്റന്റ് സെക്രട്ടറി അനൂപ്, M വിനിഷ, ആൻസി T ചാക്കോ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സാമൂരിയൻസ് ഗുരുവായൂരപ്പൻ കോളേജ് NSS വളണ്ടിയേഴ്സ് അലൂമിനി ശിശുദിനം ആഘോഷിച്ചു. സ്കൂൾ കുട്ടികൾക്ക് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. ബോധവൽക്കരണ ക്ലാസും നടത്തി. വിവിധ പരിപാടികളോടെ സാമൂരിയൻസ് ഗുരുവായൂരപ്പൻ കോളേജിലെ NSS വളണ്ടിയേഴ്സ് അലൂമിനി ശിശുദിനം ആഘോഷിച്ചു. ഗണപത് UP സ്കൂളിലെ കുട്ടികൾക്ക് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. കുട്ടികൾക്കായി ലഹരി വിരുദ്ധ ക്ലാസും സംഘടിപ്പിച്ചു. നമ്മളെ NSS കഴിഞ്ഞവർ നമ്മളെ ഒരു പുതിയൊരു സോഷ്യൽ വർക്കായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച ഒരു സംഘടനയാണ് NVA. അത് NSS വോളണ്ടിയേഴ്സ് അലൂമിനി എന്നുള്ള സംഘടനയാണ്. ഇത് നമ്മളൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പൊക്കുന്ന് സ്കൂളിലെ കുട്ടികൾക്ക് പച്ചക്കറി തൈ വിതരണവും പിന്നെ നല്ല വൃത്തിയുള്ള ക്ലാസ്സിലുള്ള എല്ലാ മക്കൾക്കും നമ്മൾ ഒരു ഗിഫ്റ്റും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ പല സോഷ്യൽ വർക്കുകളായിട്ട് NVA മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ ഹെഡ് മാസ്റ്റർ റഷീദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇബിനു സൈദലവി അധ്യക്ഷനായിരുന്നു. ഗണപത് UP സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഷൗക്കത്ത് ലൂക്ക, നിഖിൽ ദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പൊന്നുമക്കൾക്ക് പ്രൈസ് ഒക്കെ കിട്ടിയില്ലേ? കൺഗ്രാറ്റുലേഷൻസ് ട്ടോ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ എന്ത് വേണം? ഇതിനി നമ്മൾ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം, വേണ്ടേ? അപ്പൊ ഇതിന് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, എന്താണെന്ന് അറിയോ? ഒരു പെന്നാണ്. ആ പെന്നിന്റെ അറ്റത്ത് ഒരു വിത്ത് ഉണ്ടാവും, ഒരു സീഡ്. ഓക്കെ, അത് എന്തിനാ തരുന്നത്? അങ്ങനെയല്ല, നമ്മൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാല് നമ്മളത് കളഞ്ഞാലും അത് എന്താവും? ഒരു മരമായിട്ട് മാറും, ഇല്ലേ? അപ്പൊ അത്രയും നല്ല കുട്ടികൾക്ക് ഇവിടെ ഏട്ടന്മാര് കരുതിയിരിക്കുന്നത് എന്താണ്? അങ്ങനെ ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ. ആനന്ദ്, രേവതി, വിപിൻ, കേശവ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ ശിവപുരി അംഗൻവാടിയുടെ ആഭിമുഖ്യത്തിൽ ശിശുദിനം ആഘോഷിച്ചു. കലാകായിക മത്സരങ്ങളും അരങ്ങേറി. ബേപ്പൂർ ശിവപുരി അംഗനവാടി ശിശുദിനത്തിൽ കുട്ടികൾക്കും അമ്മമാർക്കും വയോജനങ്ങൾക്കും കായിക മത്സരങ്ങൾ നടത്തി. 47ാം ഡിവിഷൻ കൗൺസിലർ M ഗിരിജ ഉദ്ഘാടനം നിർവഹിച്ചു. അന്നങ്ങാട്ട് കാർത്തികേയൻ അധ്യക്ഷനായിരുന്നു. സ്വരൂപ് ശിവപുരി, കൃഷ്ണദാസ് പള്ളത്ത്, മുരളി ബേപ്പൂർ, KP സന്തോഷ് കുമാർ, K ബബിത, M അംബികാദേവി എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഓട്ടമത്സരം, ലെമൺ സ്പൂൺ മത്സരം, കസേരകളി എന്നിവയും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. പ്രസിദ്ധമായ ചക്കുളത്തുകാവിൽ പൊങ്കാല ഡിസംബർ 13 നടക്കും. ഡിസംബർ 8 കാർത്തിക സ്തംഭം ദീപം തെളിയിക്കും. പൊങ്കാലയുടെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഭാര്യ രാധിക സുരേഷ് ഗോപിയും ചേർന്ന് നിർവഹിക്കും. പ്രസിദ്ധമായ ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഡിസംബർ മാസം 13 വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിക്ക് നിർമ്മാല്യ ദർശനം, തുടർന്ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടുകൂടി പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമാകും.
9 മണിക്ക് വിളിച്ചുചൊല്ലി പ്രാർത്ഥനയ്ക്ക് ശേഷം ക്ഷേത്ര ശ്രീകോവിലിലെ കിടാവിളക്കിൽ നിന്നും ക്ഷേത്ര മുഖ്യ കാര്യദർശി ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി ദീപം പകരുന്നതോടെ പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമാകും. ചക്കുളത്തുകാവിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാലയുടെ വരവറിയിച്ച് പ്രധാന ചടങ്ങായ കാർത്തിക സ്തംഭം ഡിസംബർ 8 ഞായറാഴ്ച ഉയരും. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ സർവമത തീർത്ഥാടന കേന്ദ്രമായ ചക്കുളത്തുകാവിൽ പൊങ്കാല ഡിസംബർ 13 നടക്കും. ഡിസംബർ 11 500-ലധികം വേദപണ്ഡിതന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദേവിയെ 51 ജീവതകളായി എഴുന്നള്ളിച്ച് ഭക്തർ തയ്യാറാക്കിയ പൊങ്കാല നേദിക്കും. പൊങ്കാല നേദ്യത്തിനു ശേഷം ദിവ്യ അഭിഷേകവും ഉച്ച ദീപാരാധനയും നടക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തുടർന്ന് കാർത്തിക സ്തംഭം കത്തിക്കുക എന്ന വിശിഷ്യമായ ചടങ്ങ് ക്ഷേത്രത്തിൽ നടക്കും. പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ് അഗ്നി പകരുന്നതോടുകൂടി പൊങ്കാല ചടങ്ങുകൾക്ക് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുത്തക മുതലാളിമാരുടെ കൊട്ടേഷൻ ഏജന്റായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാറിയെന്ന് നാഷണൽ ലീഗ് സംസ്ഥാന നേതാക്കൾ. വർദ്ധിച്ചുവരുന്ന തെരുവ് നായ ശല്യത്തിനെതിരെ ഒറ്റയാൾ പോരാട്ടവുമായി നജീം കുളങ്ങര. റിയാദിൽ ജയിൽ മോചനം കാത്തു കഴിയുന്ന ഫറോക്ക് സ്വദേശി അബ്ദുറഹീമിന്റെ ദിയാദനം കണ്ടെത്തുന്നതിനായി 47,87,65,347 രൂപ സമാഹരിച്ചതായി അബ്ദുറഹീം ലീഗൽ അസിസ്റ്റൻസ് ട്രസ്റ്റ്. ജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 19 മുതൽ കോഴിക്കോട്ട്. പന്തൽ കാൽനാട്ടൽ കർമ്മം നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.